ബേസിക് ഗ്രാമർ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ഈ കോമൻ, ഗീഹൻ, ബോണൻ, മാർക്കും പിന്നെ എല്ലാവരും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവരെ വിളിക്കുന്നതാണ് റേഗൽ, മേസിക, വെർബൻ. അത് കഴിഞ്ഞാൽ അവർ റെഗുലർ വേർബ്സ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ എൻഡിങ് കോൺജുഗേഷൻ വരണത് എപ്പോഴും ആ ഇ വെച്ചിട്ടുണ്ട്, വിഷ് ആണെങ്കിൽ ഇ വെച്ചിട്ടുണ്ട്, ഡു ആണെങ്കിൽ എസ് ടി വെച്ചിട്ടുണ്ട് ചെയ്യും. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ചില വേർബ്സ് ഉണ്ട്, ആ വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറഗുലർ വേർബ്സ് ആയിരിക്കും. അല്ലെങ്കിൽ റേഗൽ, മേസിക, വെർബൻ. അത് പറഞ്ഞാൽ അവർ ഇറഗുലർ വേർബ്സ് ആണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് സൈൻ വെർബ്. സൈൻ വെർബിൻ്റെ മീനിങ് ടു ബി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇഷ് വന്നു കഴിഞ്ഞപ്പോൾ അത് ഭിന്നായി. സൈൻ വെച്ച് ഒരു റിലേഷനും ഇല്ല, ഈ വെച്ചിട്ട് എന്തും ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇതാണ് ഏറ്റവും എനിക്ക് ജർമ്മനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു വെർബാണ് സൈൻ. അപ്പോൾ ഹിഷ് ബിൻ, ത്രേസ്യാമ ചേടത്തി, ഐ ആം. ഇനി ടു ബെസ്റ്റ്, യു ആർ. ഹിസ്റ്റ് അതെന്താ? ഹി ഇസ്, ഷീ ഇസ്, ഇറ്റ് ഇസ്. Wir sind, we are. Ihr seid, you are. Sie sind, you they are. സോ ഇതാണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെർബാണ്. ഇതും അൺഫോർച്ചുനേറ്റ്ലി ബൈ ഹാർട്ട് പഠിക്കേണ്ട വരും. ബിക്കോസ് എന്താണെന്ന് പറഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ആ എൻഡിങ് പഠിച്ചാൽ നമുക്ക് സുഖമാണ്. പക്ഷെ ഇതിൽ ആ എൻഡിങ് വർക്ക് ചെയ്യത്തില്ല. അതാ നമ്മൾ ജർമ്മൻ്റെ ഒരു ഭാഷയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ വിചാരിക്കും ഓക്കെ ഇത്രയും വരെ കുഴപ്പമില്ലാണ്ട് പോയി, അതെല്ലാം പഠിച്ച് കുറച്ച് ആകുമ്പോൾ വരും ആ റൂളെ അവർ മാറ്റും, എന്നിട്ട് വേറെ പുതിയ റൂള് കൊണ്ടുവരും. അപ്പം നമ്മൾ ചിന്തിക്കും ദൈവമേ ഇതെന്തിപ്പോൾ നടന്നേ. നമ്മൾ പിന്നെ സാരില്ല, പിന്നെ നമ്മൾ അതിൽ തന്നെ പഠിച്ച് അതൊന്ന് കറക്റ്റായി കഴിയുമ്പോൾ അവർ വരും ഇനി സുഖമായിട്ട് പോകുന്നുണ്ട്, ഇനി അടുത്ത ഒബ്സ്റ്റിക്കിൾ. അപ്പം ആ ഒരു ഗ്രാമറിന് വേണ്ടി ഒരു 90 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ഒരു ജമ്പ് കൊടുക്കുക. അത് തന്നെ ഇതിലിപ്പോൾ നടക്കുന്നേ. സോ ഇതും ബൈ ഹാർട്ട് പഠിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല. എപ്പോഴും ഇഷ്, ബിൻ, ഡു, ഇസ്റ്റ്, സിൻ, സൈഡ്. അപ്പോൾ ഇതെല്ലാം ആ സെയിം ഫോർമാറ്റിലും ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കുക, ഒന്നും നോക്കണ്ട, കണ്ണടിച്ചും പൂട്ടി അത് ഉറക്കത്തിലും വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്ന പോലെ ആക്കാൻ നോക്കാം. സോ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇഷ്, ബിൻ അല്ലെങ്കിൽ ഡു ബെസ്റ്റ് ഷ്വെസ്റ്റർ അല്ലെങ്കിൽ ഡു ബെസ്റ്റ് ബ്രൂഡർ, നീ ചേച്ചിയാണോ, നീ ചേട്ടനാണോ എന്നൊക്കെ ഇതെല്ലാം യൂസ് ചെയ്യണത് ഈ സൈൻ വെർബ് വെച്ചിട്ടാണ്.